നിങ്ങൾക്കറിയോ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഒരു അണുവായുധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന്? പണ്ട് അമേരിക്ക നാഗസാക്കിയിൽ പ്രയോഗിച്ച അതേ അണുബോംബിലുള്ള ഐറ്റം തന്നെയാണ്. പ്ലൂട്ടോണിയം 238 എന്നറിയപ്പെടുന്ന അതിശക്തമായിട്ടുള്ള റേഡിയേഷൻ പുറപ്പെടുവിക്കുന്ന ഒരു വസ്തു. ഏകദേശം 1 കിലോഗ്രാമോളം ഭാരമുണ്ടായിരുന്ന ഈ വസ്തുവും കൊണ്ട് ഇന്ത്യയും അമേരിക്കയും കൂടി ഹിമാലയത്തിലെ നന്ദാദേവി കുന്നുകളിലേക്ക് പോവുകയുണ്ടായി. കോൾഡ് വാർ ഒക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് ചൈനയുടെ മിസൈൽ ആക്ടിവിറ്റീസിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഇന്ത്യയുടെ സഹായത്തോടു കൂടി ഇവിടേക്ക് പോയത്. ഹിമാലയത്തിന്റെ മുകളിൽ മറ്റ് എനർജി സോഴ്സസ് ഒന്നും ലഭ്യമാകാത്തത് കൊണ്ട് തന്നെ ഈ പ്ലൂട്ടോണിയം 238 ഉപയോഗിച്ചിട്ടുള്ള ബാറ്ററികൾ കൊണ്ടുള്ള ആന്റിനകൾ അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരവിടെ പോയത്. പക്ഷേ ഹിമാലയത്തിലെ അടിക്കടിയുള്ള കാലാവസ്ഥയുടെ മാറ്റം കൊണ്ട് ഇവർക്ക് ഇവരുടെ ഉദ്ദേശമൊന്നും നടപ്പാക്കാനായില്ല. അതുകൊണ്ട് തന്നെ ഈ പ്ലൂട്ടോണിയം 238 എന്ന പേരുള്ള ഈ ഒരു വസ്തു, ഈ 1 കിലോഗ്രാം ഭാരമുള്ള ഈ ഒരു വസ്തു ഹിമാലയത്തിലെ ഒരു ഗുഹയ്ക്കുള്ളിൽ വെച്ചിട്ട് ഇവർക്ക് മടങ്ങേണ്ടി വന്നു. എന്നാൽ പിന്നീട് ചെന്ന് നോക്കിയപ്പോൾ ഈ പ്ലൂട്ടോണിയം അവിടെ ഇല്ല, അതുപോലെ തന്നെ ആ ഗുഹയും കാണാനില്ല. ഹിമാലയത്തിൽ എവിടെയോ സുരക്ഷിതമായോ സുരക്ഷിതമല്ലാതെയോ ഈ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്.